ശരി ബിനോയ്, മറ്റൊരു വിവരം കൂടി ബിനോയിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ട്. കെൽട്രോണിലെ സംബന്ധിച്ച് ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട കെൽട്രോണിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. കരാർ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ നിർദ്ദേശം AG നൽകിയിട്ടുണ്ട്. കെൽട്രോൺ MD-യുടെ മൊഴി ആദായ നികുതി വകുപ്പ് രേഖപ്പെടുത്തി. ബിനോയ്, ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇപ്പോൾ കെൽട്രോണിൽ എങ്ങനെയാണ് തുടരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഇടപാടിൽ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. AG-യും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും ഇന്നലെ മുതലാണ് പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിലെ 10 ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നലെ 10:30 മണിയോടുകൂടി കെൽട്രോണിലെത്തി MD-യുടെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് സമാനമായ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവിധ രേഖകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ AI ക്യാമറ ഇടപാടും അതിന്റെ ഉപകരാറ്, പുറം കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നതിന് ഒരാഴ്ച സമയമാണ് കെൽട്രോൺ ചോദിച്ചിരിക്കുന്നത്. ആ ഒരാഴ്ചക്കുള്ളിൽ ആ രേഖകൾ ഹാജരാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയവും സാവകാശവും AG നൽകുന്നുണ്ട്. അതേസമയം ആദായ നികുതി വകുപ്പാകട്ടെ ഈ വിവിധ ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധ ഇടപാടുകൾ, അതായത് ഈ ഉപകരാറിലും പുറം കരാറും ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികളുടെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക. ഇവർക്ക് എങ്ങനെയാണ് ഈ കരാർ ഏറ്റെടുക്കുന്നതിന് ഇത്രയധികം സാമ്പത്തികം ഉണ്ടാകുക? SRIT-യും പ്രസാഡിയും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ രേഖകൾ പരിശോധിക്കുമെന്ന നിലപാടിലേക്കാണ് ആദായ വകുപ്പും മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഇടപാടുകളും കെൽട്രോണിന്റെ മണ്ടയിലേക്ക് വെച്ച് അല്ലെങ്കിൽ കെൽട്രോണിന്റെ തലയിലേക്ക് കെട്ടിവെച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPM-ഉം എല്ലാം പിന്മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നത് കെൽട്രോൺ ആണ്, അല്ലെങ്കിൽ കരാറും ഉപകരാറും ഒക്കെ നൽകിയത് കെൽട്രോൺ ആണ്. അതുകൊണ്ട് ഇടപാടുകളെല്ലാം കെൽട്രോണിനെ ചുറ്റിപ്പറ്റിയാണ് നടത്തിയിരിക്കുന്നത് പറയുന്നു. അതായാലും ശരി തന്നെ കേന്ദ്ര ഏജൻസികളും ഒരു വലിയ തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ഒരു നടപടിയാണോ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലൂടെ ഉണ്ടാകുന്നത്? അവർ നടത്തിയ ആക്ഷേപങ്ങളിലൊക്കെ അന്വേഷണം നടക്കുമോ? അല്ല, ഈ നിലവില് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ നടത്തുന്ന എല്ലാ ഇടപാടുകളിലും ആദായ നികുതി വകുപ്പും അല്ലെങ്കിൽ AGSന്റെ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാരണം വിവിധ പൈസകൾ തന്നെ നമ്മൾ സർക്കാരിന് ആവശ്യമായ പൈസ കടമെടുക്കുമ്പോഴോ മറ്റ് ഏജൻസികൾക്കോ കൈമാറുമ്പോഴോ ഒക്കെ തന്നെ AG-യിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഇതും ഒരു സാമ്പത്തിക ഇടപാട് നടന്നത് 232 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. ഈ ഇടപാടുകളെ കുറിച്ച് വളരെ വലിയ ഒരു ചർച്ച നടത്താൻ, വലിയൊരു അന്വേഷണം നടത്താൻ തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെയും AGSന്റെയും തീരുമാനം. AGSൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥരാണ് വിവിധ രേഖകൾ പരിശോധിക്കുന്നത്. ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കരാർ രേഖകളും ഉപകരാർ രേഖകൾ, അതായത് SRIT, പ്രസാഡിയോ തുടങ്ങിയ 3 കമ്പനികളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അന്വേഷണം ആ കമ്പനികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദായ നികുതി വകുപ്പ് കൃത്യമായും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കും. അവർക്ക് ഇത്രയും സാമ്പത്തികം എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളത് കൃത്യമായി അന്വേഷിക്കും. അതിനുവേണ്ടി ആ രേഖകൾ ആദായ നികുതി വകുപ്പും തേടിയിട്ടുണ്ട്. ശരി ബിനോയ്, തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട കെൽട്രോണിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്.